കുട്ടനാട്ടിൽ ഇക്കുറി നെൽകൃഷി വിളവെടുപ്പിൽ വലിയ നഷ്ടമുണ്ടായതായാണ് കൃഷിവകുപ്പിന്റെ കണ്ടെത്തൽ. പുഞ്ചകൃഷി വിളവെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ ഓരുവെള്ള ഭീഷണിയും കൊടും വരൾച്ചയും കുട്ടനാട്ടിൽ ഇത്തവണ 5000 ഏക്കറിലധികം നിലത്ത് വിളവെടുപ്പിൽ ശരാശരി 40 മുതൽ 50% വരെ കുറവുണ്ടാക്കിയതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ജില്ലയിലെ പ്രധാന പാടങ്ങളിലെ ആദായം കണക്കാക്കിയുള്ളതാണ് ഈ റിപ്പോർട്ട്. വൃശ്ചിക വേലിയേറ്റവും ഓരുമുട്ടുകൾ വഴി ഓരുവെള്ളം പാടങ്ങളിലും ഇടത്തോടുകളിലും കയറാൻ ഇടയായതാണ് നെൽച്ചെടികൾ കരിയാനും വളർച്ച മുരടിച്ച് ആദായം കുറയാനും കാരണമായതെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ആദ്യം വിള നടക്കുന്നതും ആദായത്തിൽ മുന്നിൽ നിൽക്കുന്നതുമായ പാടങ്ങളിൽ മുൻകാലങ്ങളിൽ ഏക്കറിന് 30 മുതൽ 35 ക്വിൻ്റൽ വരെ വിളവ് ലഭിച്ചിരുന്നു. വരൾച്ചയും ഉഷ്ണതരംഗവും രൂക്ഷമായിട്ടും മുൻവർഷം ഇവിടങ്ങളിലെ വിളവിൽ കാര്യമായ കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ കായൽ നിലങ്ങളിൽ ഉൾപ്പെടെ നെല്ലുൽപാദനത്തിൽ നല്ല കുറവുണ്ടായതായാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. ഇടത്തോടുകളിൽ വെള്ളം നിറച്ചും പാടങ്ങളിൽ നല്ല വെള്ളം കയറ്റിയിറക്കിയും ഓരുവെള്ളത്തെ കൃത്യമായി നിയന്ത്രിച്ച പാടങ്ങൾക്കാണ് വെല്ലുവിളികളെ അതിജീവിച്ചും തരക്കേടില്ലാത്ത വിളവ് നേടാനായത്. വിത കഴിഞ്ഞ് ഞാറ് വേരുറയ്ക്കും മുമ്പ് പാടങ്ങളിലേക്ക് ഓരുവെള്ളം കയറിയത് നെൽച്ചെടിയുടെ വളർച്ചയെയും വിളവിനെയും ബാധിച്ചു. നേരത്തെ കൃഷിയിറക്കിയ പാടശേഖരങ്ങളിൽ ഇത്തവണ വിളവിൽ ഏക്കറിന് 2 മുതൽ 5 ക്വിൻ്റലിന്റെ വരെ കുറവുണ്ട്. കൃത്യസമയത്ത് ഓരുമുട്ടുകൾ സ്ഥാപിക്കാനും ആവശ്യം കഴിഞ്ഞാൽ അവ നീക്കം ചെയ്യാനും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. ഇനി താമസിച്ച് വിള നടത്തിയ പാടശേഖരങ്ങളിലെ കണക്കുകൾ കൂടി ലഭ്യമാകുമ്പോൾ വിളവ് നഷ്ടം ഇനിയും ഉയരാനാണ് സാധ്യത. അമൃത ന്യൂസ്, ആലപ്പുഴ.